फ्राइडे बिरयानी तरतीब 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 बिरयानी का राइस देखो बिरयानी का राइस ബിരിയാണിയുടെ ചോറ് ബിരിയാണി റൈസ് ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബായിയാണ് ജമാൽ ബായി. അപ്പോൾ നമ്മുടെ ചോറ് ബിരിയാണിയുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യണേ, ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യണേ. നമ്മുടെ ജമാലാണ് അത്, ഇന്നത്തെ പ്രൊഫറ്റർ ജമാലാണ്. അതിരസകരമായ അടിപൊളി ബിരിയാണി നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ബായി. ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം റൈസ് ഇട്ടു, അതിൻ്റെ ഉള്ളിൽ കൂടെ അതാ ഈ ഫാന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് കൊണ്ട് ചില കാര്യങ്ങളൊന്നും കേൾക്കില്ല. അപ്പോൾ ഗ്രേവി അതിൽ നൈസായിട്ട് തളിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ദമ്മിയില്ലേ, ദം കരകാനാ ജമാൽ. അപ്പോൾ അത് ദമ്മി ചെയ്യണം ആദ്യം. അപ്പോൾ ആ സെറ്റപ്പ് ഇത് മറ്റേ സബോള ഉണ്ട്. സബോള നല്ല ഇതായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ട് ഇത് മല്ലിച്ചപ്പ് പൊതിന അത് അതിലിടുന്നുണ്ട്. കുറച്ച് സബോള വറുത്തിട്ട് അതിൽ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടുണ്ട്. ഇനി വീണ്ടും അതിലേക്ക് റൈസ് ചോറ് അതിലേക്ക് ഇടാൻ പോകുന്നത്. ചോറ് ഇടുന്നു. അതിലേക്ക് അടുത്തൊരു സ്റ്റെപ്പ് ചോറ് ഇടുന്നു. അതിനുശേഷം ഒന്ന് പരത്തി സെറ്റപ്പ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം വീണ്ടും അതിലേക്ക് കുറച്ച് ഗ്രേവിയും ചിക്കനും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇടുന്നു. ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ ബിരിയാണിയാണ് ദം ബിരിയാണി. അതിരസകരമായി അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ചെറിയ സൗണ്ടിന് ചെറിയ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് പ്രശ്നം. ജമാൽ എന്താ പറയുക? सिकंदर आ गया। अच्छा। अभी ऐसा देखो, चिकन डाल दिया, अभी ग्रेवी डाल दिया. കളർഫുൾ, വെരി കളർഫുൾ, നൈസ്. ഓ വാവ്. അപ്പോൾ അതാണ് സംഭവം. ഇന്നത്തെ ബിരിയാണി വെള്ളിയാഴ്ച ബിരിയാണിയാണ് നമ്മൾ. जुम्मा का दावा है, सब लोग आ जाओ. जमाल बोलते हैं सब लोग खाने के लिए आने के लिए बोलते हैं. मतलब എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരുന്നത്. എൻ്റെ മലയാള ഭാഷ പരിവർത്തനമാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ജമാലിൻ്റെ ഇന്നത്തെ ബിരിയാണി. അപ്പോൾ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടണം. പച്ചപ്പ് കളർന്ന സാധനങ്ങളൊക്കെ നല്ല കളർഫുള്ളായിട്ട് ഇടുന്നത് അല്ലേ, നമുക്ക് എന്ത് രസമാണ് അത്. വീണ്ടും അതിൽ പൊതിന ഇടുന്നു. കുറച്ച് സബോള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉള്ളി അതിടുന്നു. വീണ്ടും അതിൽ റൈസ് ചോറ് അതിലേക്ക് തട്ടുന്നു. വീണ്ടും റൈസ് ചേർത്തുന്നു. അപ്പോൾ അത് റൈസൊക്കെ നല്ല രീതിയിൽ അടിപൊളിയാക്കി പരത്തി അത് വീണ്ടും ചിക്കനും മസാലയും ഗ്രേവിയും കൂടി നിരത്തുന്നു. വൗ അടിപൊളി, സൂപ്പർ, വൗ അടിപൊളി. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഫാന് ഓടുന്ന കാരണം അതിൻ്റെ സൗണ്ട് കാരണം നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. എന്നിരുന്നാലും അടിപൊളി. അപ്പോൾ ഞാനത് ഓഫ് ചെയ്യുന്നുണ്ട് സൗണ്ടിന്. വൗ, അത് ഓഫായില്ലേ, ഒന്ന് നല്ല ക്ലിയർ ആയി. കണ്ടാ, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ, നല്ല കളർഫുൾ ബിരിയാണി, അടിപൊളി ഫ്രൈഡേ സ്പെഷ്യൽ ബിരിയാണി. ഓ അടിപൊളി, സൂപ്പർ. വീണ്ടും അതിലേക്ക് ഇതേ കുറച്ച് മല്ലിച്ചപ്പ് പുതിന ഒക്കെ ഇടുന്നുണ്ട്. കുറച്ച് സവോള ഇടുന്നുണ്ട്. വീണ്ടും അതിലേക്ക് റൈസ് തട്ടുന്നു. ചോറ് ബിരിയാണി റൈസ്. ഓ സെറ്റപ്പ്. ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മുടെ സമയം ഇവിടെ ഒമാനിലെ 11:10 11:20 അപ്പോൾ ഇനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇത് ദമ്മ് വെച്ച ശേഷം പൊട്ടിക്കുന്നതായിരിക്കും. ഓ സൂപ്പർ. വീണ്ടും ചിക്കൻ ഇടുന്നു. അടിപൊളി. വീണ്ടും അതിലേക്ക് ചിക്കൻ ഇടുകയാണ്. ചിക്കൻ ഗ്രേവി അല്ലാതെ ഇടുന്നു. ഇതെത്ര ലെയറാണത്? കിतना ലെയർ है? 3 ലെയർ है, 3-4 ലെയർ. 2-3 ലെയർ, ഒരു 4 ലെയർ ആയാലും റൈസും ചിക്കനും മറ്റേതനുസരിച്ച് സാധനം ഉള്ളതനുസരിച്ച് ലെയറുകൾ കൂട്ടി വയ്ക്കുമ്പോൾ അതനുസരിച്ച് നല്ല രീതിയിൽ അത് വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടുമെന്ന് മാറി പറയും. അടിപൊളി, സൂപ്പർ. ഗ്രേവി കിട്ടി നിറച്ചത് നമ്മുടെ ആൾ ഇവിടെ പാത്രം ചില വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സൂപ്പറായിട്ട് സെറ്റപ്പായിട്ട് വീണ്ടും അതിൽ സബോള ഇടുന്നു. സബോള വറുത്ത് സബോള മറ്റുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഇടുന്നു. അത് വീണ്ടും ചോറ് ഇടുകയാണ്. ബിരിയാണി റൈസ് വേവിച്ച് വെച്ചത് മസാലയ്ക്ക് ഇട്ട് സെറ്റപ്പ് ചെയ്ത് റൈസ് ഇൻഗ്രീഡിയൻസ് ഇട്ട് വേവിച്ചിട്ട് റൈസ് വീണ്ടും നിരത്തുന്നു. വീണ്ടും ചിക്കൻ ഇടുന്നു. അടിപൊളി. ചിക്കൻ വീണ്ടും ഇടുന്നു. लास्ट
ഇപ്പോൾ അവസാനത്തെ ഇത് ചെയ്താണ് ലെയർ ഇടുന്നതാണ്. ചിക്കനും ഗ്രേവി അടക്കം അവസാനത്തെ ലെയർ ഇടുന്ന സംഭവമാണ് നിങ്ങൾ കാണുന്നത്. പാത്രം അങ്ങനെ കഴിഞ്ഞു, അതിലൊക്കെ കാലിയാക്കി സെറ്റപ്പാക്കി എല്ലാം കഴിഞ്ഞു. ചിക്കൻ ബിരിയാണിയാണ്, ചിക്കൻ ദമ്മ് ബിരിയാണി. ഇത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത് മസാലയൊക്കെ ഇട്ട് ആദ്യം ഫ്രൈ ചെയ്ത് ഇട്ടുള്ള ചിക്കനാണ്. പിന്നെ അത് ഗ്രേവിയിൽ മസാല ഇട്ടിട്ട് ഗ്രേവിയിലിട്ട് സെറ്റപ്പ് ചെയ്താണ്. പിന്നെ റൈസ് ഫുള്ളായിട്ട് തട്ടുണ്ട് കേട്ടോ. അവസാനത്തെ ലെയർ ഇട്ടു. അവസാനത്തെ ലെയറും അതിൽ തട്ടി ചോറ്. പകുതി വെന്ത ചോറാണ്. ബിരിയാണിയുടെ റൈസ് പകുതി വെന്തതാണ്. കോൺസെപ്റ്റ് ആവലേ ഹെന്ന. ഹെന്ന ഈ ഇതിൻ്റെ പേരാണ് ഹെന്ന. ഇത് ഗൾഫിൽ കിട്ടുന്ന ഒരു റൈസാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നൊന്നുമല്ല. വലിയ വലിപ്പമുണ്ട് ഇതിൻ്റെ ചോറിന്, വലിപ്പം കൂടുതലായിരിക്കും. അവസാനത്തെ ലെയറിൻ്റെ മുകളിൽ സബോള ഇട്ടു. പിന്നെ ഇതാ വീണ്ടും കുറച്ച് ഗീ ഒഴിക്കുന്നു, നെയ്യ് ഒഴിക്കുന്നു, നാരങ്ങ നീര് ഒഴിക്കുന്നു. ഗീ അല്ല കേട്ടോ, നാരങ്ങ നീര്. പിന്നെ അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നു. ഓയിലും ഗീയും കൂടിയിട്ട് നെയ്യും കൂടിയിട്ട് സെറ്റപ്പ് ചെയ്തുള്ള സാധനം ഒഴിക്കുന്നു. ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ട് കളർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. വീണ്ടും പുതിന മറ്റുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് അത് ഇടുന്നു. കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്, ഒന്ന് അതിനൊരു സെറ്റപ്പ് ആവാൻ വേണ്ടിയിട്ട്. അടിപൊളി അടിപൊളി, നല്ല കളർഫുള്ളായി. ये अपना चिकन मसाला बनाना है। चिकन मसाले का ऑयल മസാല ഓയിൽ. മസാല ഓയിൽ അത് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മസാല ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഓയിലാണ്. അത് അടിയിൽ മൊത്തം പിടിക്കാണ്ടിരിക്കാൻ ഒരു നെയ്യിൽ കുറച്ച് സെറ്റപ്പ് പരിപാടി കഴിഞ്ഞു. ബിരിയാണി മസാല, ബിരിയാണിക്ക മസാല അല്ല, ബിരിയാണി മസാല അതിൽ ലാസ്റ്റ് മുകളിലിടുന്നു. ഇതിന് നല്ലൊരു മണം കിട്ടാനും അതിലൊരു രുചി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ബിരിയാണി മസാലയാണ് ഇതിന് മുകളിലിടുന്നത്. ബിരിയാണി മസാല പിന്നെ ദമ്മ് വയ്ക്കാനായിട്ട് അടി നല്ലോണം കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിയിലൊരു പ്ലേറ്റ് വെച്ച് അതിന് മുകളിലാണ് ഇത് കയറ്റി വെക്കുന്നത്. അതിനുശേഷം പ്ലേറ്റ് വെച്ച് അടക്കുകയാണ്. കറക്റ്റ് പാകത്തിനുള്ള പ്ലേറ്റ് വെച്ചിട്ട് അടക്കുകയാണ് അത്.